എൻ്റെ വായനാനുഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. കേരള സർവകലാശാലയുടെ കമ്പ്യൂട്ടേഷൻ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് വിഭാഗത്തിൻ്റെ മേധാവി എന്ന നിലയിലും പ്രഗത്ഭനായ ഒരു അധ്യാപകൻ എന്ന നിലയിലും മാത്രമല്ല മലയാളത്തിന് അദ്ദേഹം സുപരിചിതനായുള്ളത്. ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ, പാണ്ഡിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെടുന്ന ഒരാൾ എന്നൊക്കെ നാം അച്യുത് ശങ്കറിനെ കാണുന്നു. പ്രതിഭാവിലാസത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്കും മേഖലകളിലേക്കും ഒരു ഇളംകാറ്റിൻ്റെ സൗമ്യതയോടുകൂടി ആരെയും അലോസരപ്പെടുത്താതെ അദ്ദേഹം ഇങ്ങനെ കടന്നു ചെല്ലുന്നത് ഹൃദ്യമായൊരു കാഴ്ചയാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സംഗീതത്തെപ്പറ്റി സംസാരിക്കാനാണ്. ഞങ്ങൾ അന്ന് സംസാരിച്ചത് ശാസ്ത്രത്തെയോ എൻജിനീയറിങ്ങിനെയോ കുറിച്ചായിരുന്നില്ല, സ്വാതി സംഗീതത്തെക്കുറിച്ചായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സംഗീതത്തെക്കുറിച്ച് ശ്രീ അച്യുത് ശങ്കർ അന്ന് ഗവേഷണം നടത്തുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗവേഷണം ആയിരുന്നു അത്. ആദ്യത്തെ ഗവേഷണം കേരള സർവകലാശാലയിൽ നിന്ന് എൻജിനീയറിങ്ങിലാണ് PhD ആദ്യമായി ലഭിക്കുന്നത്. രണ്ടാമത്തെ PhD ലഭിക്കുന്നതാവട്ടെ സംഗീതത്തിലും. അദ്ദേഹം നല്ല ഒരു ഗായകനാണ്, ശാസ്ത്രീയ സംഗീത ആലാപനം നടത്തുന്നയാളാണ്. അദ്ദേഹം മികച്ച ശാസ്ത്ര പ്രഭാഷകനാണ്. മുതിർന്ന കുട്ടികളോട് മാത്രമല്ല, ചെറിയ കുട്ടികളോട് വരെ വളരെ ലളിതമായി ശാസ്ത്ര സത്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തെ തീർച്ചയായും ജനകീയനാക്കിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അച്യുത് ശങ്കർ സാറിൻ്റെ ചില പുസ്തകങ്ങൾ അച്ചടിമഷി പൊരുളുന്നതിന് മുമ്പ് തന്നെ കാണുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ക്യാമ്പസ് പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം, വൃത്തത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം, ഇതൊക്കെ പുസ്തക രൂപത്തിലാവുന്നതിന് മുമ്പ് തന്നെ അതിലൂടെ കടന്നു പോകാൻ, ദ്രുതഗതിയിൽ കടന്നു പോകാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു സാഹിത്യ ഇടപെടലിനെ കുറിച്ചാണ്. ഡോക്ടർ അച്യുത് ശങ്കർ ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അല്പകാലം മുമ്പ് എഴുതിയ ഒരു നോവലാണ്. നോവലിൻ്റെ പേര് തരിപ്പ് എന്നാണ്. ഒലിവ് പബ്ലിക്കേഷൻസാണ് ഈ നോവൽ പുറത്തിറക്കിയിട്ടുള്ളത്. അച്യുത് ശങ്കർ താമസിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. അമ്പരചുംബികളും വ്യാപാര സമുച്ചയങ്ങളും ബഹുനില മന്ദിരങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു നഗരത്തിൽ. ആ നഗരത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, വികസനത്തിൻ്റെതായ, ആധുനികതയുടേതായ ഈ മേലുടുപ്പിന് താഴെ പഴയ ഒരു ഗ്രാമീണ പച്ച ഉണ്ടാകില്ലേ, ചരിത്രത്തിൻ്റെ ചില അടരുകൾ ഉണ്ടാവില്ലേ എന്ന്. ആ അന്വേഷണത്തിൻ്റെ ഒരു ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് വഞ്ചിയൂർ വിഗ്നറ്റ്സ്. വഞ്ചിയൂരിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകവേ അദ്ദേഹം കണ്ടെത്തിയ ഒന്നാണ് 1836 തിരുവനന്തപുരത്ത് ആരംഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയത്തിൻ്റെ ഹാജര് പുസ്തകം. ആ ഹാജര് പുസ്തകത്തിൽ ഒരു കുട്ടിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൺ ഓഫ് എ ബ്ലാക്ക് സ്മിത്ത് എന്നാണ്. അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പേരെന്താണ് എന്ന് അദ്ദേഹം ഭാവനയിലൂടെ കടന്നു പോകുന്നു. ആ സ്കൂളിൽ പഠിച്ച ആ കുട്ടിയുടെ പേര് അനന്തൻ എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. അനന്തൻ പ്രതിഭാശാലിയായിരുന്നു. അന്നത്തെ ജാതിയുടെയും സാമൂഹ്യമായ മാറ്റിനിർത്തലിൻ്റെയും ഒക്കെ ഇടയിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായി അനന്തൻ മാറുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് വിജ്ഞാനത്തിൻ്റെ അത്തരം മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളും ദുരന്തങ്ങളുമുണ്ട്. ആ പ്രതിസന്ധികൾ ദുരന്തമായി മാറുന്ന വളരെ സങ്കടകരമായ ഒരു അനുഭവത്തെയാണ് തരിപ്പ് എന്ന നോവൽ നമ്മോട് പറയുന്നത്. ഈ നോവൽ സാഹിത്യ ഭംഗി കൊണ്ട് നമ്മെ അധികം ആകർഷിക്കണം എന്നില്ല. പക്ഷേ ചരിത്രത്തെയും ഭാവനയെയും വളരെ സമഞ്ജസമായി വിളക്കിച്ചേർക്കുന്ന ഒരു ക്രാഫ്റ്റ് ഇതിൽ നമുക്ക് കാണാം. ഇതിലെ ചരിത്രവും അനന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ
ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും നമ്മെ തീർച്ചയായും ആകർഷിക്കും. ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ അച്യുത് ശങ്കർ എഴുതിയ ഒരു നോവൽ എന്ന കൗതുകമല്ല തരിപ്പിൻ്റെ സവിശേഷതയും മേന്മയും. നോവൽ അതിൻ്റെ ഉള്ളടക്കം കൊണ്ട്, അതിൻ്റെ അവതരണം കൊണ്ട് തീർത്തും ശ്രദ്ധേയമാണ്. അനന്തൻ്റെ പ്രണയം, അതുപോലെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സവിശേഷതകൾ, 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം ഈ നോവലിൽ കൊണ്ടുവരുന്നുണ്ട്. വെറും ചരിത്രം പറച്ചിലല്ല, ഇത് അനന്തൻ്റെ ജീവിതമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അവതരിപ്പിക്കലാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരു അവതരണമാണ്. ആ നിലയിലെല്ലാം തന്നെ വളരെ ആകർഷകമായ ഒരു നോവലാണ് തരിപ്പ്. 2019 പുറത്തിറങ്ങിയ ഈ നോവൽ ഇതുവരെ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വായനക്കാരിലേക്ക് എത്തേണ്ടുന്ന ഒരു നോവലാണ് തരിപ്പ്. അതുകൊണ്ട് തന്നെ ഈ നോവൽ വായനക്കാരുടെ സമക്ഷം അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. സമാനമായ സാഹിത്യ പരിശ്രമങ്ങൾ ഡോക്ടർ അച്യുത് ശങ്കറിൽ നിന്ന് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.